Write a program to input a unit matrix of order n to a two-dimensional array. Write a program to input a unit matrix of order n to a two-dimensional array. എന്താണ് യൂണിറ്റ് മെട്രിക്സ്? യൂണിറ്റ് മെട്രിക്സ് is a square matrix having 1 as the diagonal elements and 0 as the non-diagonal elements. A square matrix with diagonal elements 1 and non-diagonal elements 0 is known as unit matrix. ഒരു 3x3 യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 1 0 0 0 1 0 0 0 1. ഇനി ഇതിന്റെ ലോജിക്ക് എങ്ങനെയാന്ന് നോക്കാം. So, suppose you have a 3x3 matrix. Suppose you have a 3x3 matrix or a two-dimensional array of order 3x3. അങ്ങനെയെങ്കിൽ ഓരോ എലമെന്റിന്റെ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? 0 0 0 1 0 2 1 0 1 1 1 2 2 0 2 1 2 2 2 0 2 1 2 2. ഇവിടെ നോക്കിക്കേ, ഡയഗണൽ എലമെന്റ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ റോ നമ്പറും കോളം നമ്പറും സെയിം ആണ്. If you check the indices for diagonal elements, you can see that row number and column number are same. So നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എന്നിനെ യൂണിറ്റ് മെട്രിക്സ് ആയിട്ട് എങ്ങനെ ഇൻപുട്ട് ചെയ്യും? ഹാഷ് ഇൻക്ലൂഡ് IOStream dot h hash include conaio dot h void main int I j n then a of 25 25. So നമ്മുടെ വേരിയബിൾസും അറേയും എല്ലാം ഡിക്ലെയർ ചെയ്യും. ഇനി നമുക്ക് അറേ എലമെന്റ്സിനെ ഇൻപുട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് മെട്രിക്സ് ആയിട്ട് ഇൻപുട്ട് ചെയ്യണം. ആദ്യം അറേ ഓർഡർ ഇൻപുട്ട് ചെയ്യാം, c in n. Then for I equal to 0, I less than n, I plus plus. For j equal to 0, j less than n, j plus plus. യൂണിറ്റ് മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് റോ സൈസും കോളം സൈസും n തന്നെയായിരിക്കും. Here we are using nested loop for inputting elements into two-dimensional array. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? If I equal to j, I യും j യും ഈക്വൽ ആണെങ്കിൽ എങ്ങനെ ഇൻപുട്ട് ചെയ്യും? A of ij equal to 1. Else A of ij equal to 0. Close your j loop, close the I loop. ഇനി നമുക്ക് യൂണിറ്റ് മെട്രിക്സ് പ്രിന്റ് ചെയ്യാം. Printing unit matrix for I equal to 0, I less than n, I plus plus.
for j equal to 0, j less than n, j plus plus, C of A of I j slash t. ഇത് നമ്മൾ ഒരു റോയിലുള്ള എല്ലാ എലിമെന്റ്സിനെയും പ്രിന്റ് ചെയ്യും. ഇനി ജെ ലൂപ്പ് ക്ലോസ് ചെയ്തിട്ട് ഐ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സി ഔട്ട് സ്ലാഷ് എൻ. 2 ഡയമെൻഷണൽ അറേ പ്രോപ്പർ മെട്രിക്സ് ഫോമിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് മെയിൻ ക്ലോസ് ചെയ്യാം. നിങ്ങൾ ചില പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെ അറേ ഇൻഡെക്സ്, അറേ എലമെന്റ്സിന്റെ ഇൻഡെക്സ് നോക്കി ചെയ്യേണ്ടി വരും. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് എടുക്കുവാണെങ്കിൽ ഡയഗണൽ എലമെന്റ് ഐയും ജെയും വാല്യൂ സെയിം ആയിരിക്കും. റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് ഹൗ യു ഇൻപുട്ട് യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ n. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ്. Next is write a program to perform matrix multiplication. Write a program to perform matrix multiplication. If you have two matrices A and B, if you have two matrices A and B, A into B is possible only if number of columns of matrix A is equal to number of columns of matrix B. Matrix multiplication is only possible when number of columns of the first matrix is equal to number of rows of the second matrix. അതായത് ഓർഡർ എടുക്കുമ്പോൾ എയുടെ ഓർഡർ m by n ആണെങ്കിൽ ബിയുടെ ഓർഡർ n by p ആയിരിക്കണം. അങ്ങനെയെങ്കിലേ നമുക്ക് a into b അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സം ചെയ്യണം. സോ അങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. Then after you perform matrix multiplication, product in the order, if C is equal to A into B, product in the order എന്ന് പറയുന്നത് m by p ആയിരിക്കും. The order of the product will be m by p. So now let us write the program. Hash include iostring dot h, hash include con io dot h, void main int a of $50.75, int b of 75, 50, int c of 50, 50, int m n p I
ജെ കെ. ആദ്യം അറേ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യാം. For I equal to 0, I less than m, I plus plus. For j equal to 0, j less than n, j plus plus. So ഇത് ഏത് അറേ ഇൻപുട്ട് ചെയ്യാനാണ്? അറേ A. Scene A of I j. Then ഇനി അറേ ബിയിലെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യണം. ഫോർ I equal to 0, I less than n, I plus plus. For j equal to 0, j less than v, j plus plus. C in B of I j. അറേ എലമെന്റ്സ് എല്ലാം ഇൻപുട്ട് ചെയ്തു. So if A is of order m by n and B is of order n by p, then the product C, that is A into B, will be of order m by p. അപ്പോൾ നമ്മൾ ഇനി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. For I equal to 0, I less than m, I plus plus. For j equal to 0, j less than p, j plus plus. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഓരോ എലമെന്റ് എന്ന് പറയുന്നത് ഒരു റോ, ഫസ്റ്റ് മെട്രിക്സിന്റെ റോയിലെ എലമെന്റ്സിനെ സെക്കൻഡ് മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് കോളത്തിലെ എലമെന്റ്സുമായിട്ട് നമ്മൾ ഓരോ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുക്കണം. അപ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റിലെ ഫസ്റ്റ് എലമെന്റ് കിട്ടുന്നത്. സോ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ ഒരു എലമെന്റ് കിട്ടുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റ് എടുത്തിട്ട് സം എടുക്കുമ്പോഴാണ്. സോ നമുക്ക് ജെ ലൂപ്പിന്റെ അകത്ത് ആദ്യം ആ ടേമിനെ സി ഓഫ് ഐ ജെ ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. നമ്മൾ സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്യുന്ന പോലെ പർട്ടിക്കുലർ ഓരോ എലമെന്റിനെയും സി ഓഫ് ഐ ജെ ഈക്വൽ ടു 0 എന്ന് എന്ത് ചെയ്യണം? ഇനീഷ്യലൈസ് ചെയ്യണം. ഇനി നമ്മൾ വേറൊരു ഫോർ ലൂപ്പ് തുടങ്ങും. ഫോർ കെ ഈക്വൽ ടു 0, കെ ലെസ് ദാൻ പി, കെ പ്ലസ് പ്ലസ്. അതായത് ഓരോ എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിംഗ്ലി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയാണ് ഇത്. ഈ സമ്മ് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു എലമെന്റ് ആണ് കിട്ടുന്നത്. പ്രോഡക്റ്റിലെ ഓരോ എലമെന്റും എന്താണ്? പ്രോഡക്റ്റ് ചെയ്ത് സം ചെയ്ത് കിട്ടുന്നതാണ്. So for k is equal to 0, k less than p, k plus plus. C of I j is equal to A of I k into B of kj. B of kj. സോ കെ ലൂപ്പ് കഴിഞ്ഞു, ജെ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു, then we are closing I loop. നമുക്കറിയാം ഫസ്റ്റ് റോയിലെ എ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ ബി മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കണം. So C of ij plus equal to A of ik into B of kj. A of ik into B of kj. ഇനി നമുക്ക് അറേ പ്രിന്റ് ചെയ്യാം. പ്രോഡക്റ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യും? For I equal to 0, I less than m,
I plus plus. For j equal to 0, j less than p, j plus plus. C out a of I j slash t, C out slash n. Close your main. So ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പ്രോഡക്റ്റ് എടുക്കുമല്ലോ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് പ്ലസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിലെ കോളം നമ്പറും ആദ്യത്തെ മെട്രിക്സിൽ എടുക്കുന്ന എലമെന്റിന്റെ കോളം നമ്പറും രണ്ടാമത്തെ മെട്രിക്സിൽ നിന്ന് എടുക്കുന്ന എലമെന്റിന്റെ റോ നമ്പറും സെയിം ആയിരിക്കും. അതായത് ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോന്ന് പ്രോഡക്റ്റിന്റെയും സം എടുക്കും. So this is how you do matrix multiplication.